എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. അതെ, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എഫക്റ്റീവ് ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. ഇത് ഞാൻ എഫക്റ്റീവ് എന്ന് എടുത്ത് പറയാൻ കാരണം ഞാൻ ഫസ്റ്റ് എന്റെ ഫേസിൽ തന്നെ യൂസ് ചെയ്തതിന് ശേഷമാണ് വീഡിയോയുടെ ഇൻട്രോ എടുത്തത്. കാരണം ഞാൻ പ്രൊസീജിയേഴ്സ് എല്ലാം ആദ്യമേ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് എഫക്റ്റ് ആണെങ്കിൽ മാത്രം വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എന്റെ ഫേസ് ഞാനിപ്പോ ഒരു വീഡിയോ എഡിറ്റ് എടുത്തില്ല, ഇത് നോർമൽ ക്യാമറ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു, ഫേസിൽ നല്ല ഒരു ഗ്ലോ ഒക്കെ തോന്നി. അപ്പൊ എനിക്ക് തോന്നി എങ്കിൽ നമുക്കിത് വീഡിയോയിലേക്ക് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ റൈസ് ഫ്ലോർ എടുക്കാം. ഒരു 2 സ്പൂൺ റൈസ് ഫ്ലോർ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ കണ്ടന്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ പോസ് റിമൂവ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നീട് നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ്, ബെസ്റ്റ് സ്ക്രബ്ബർ ആണ്. അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നീട് അതൊരു 2 സ്പൂൺ. പിന്നീട് വേണ്ടത് അലോവേര ജെല്ലാണ്. എനിക്കിവിടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടാത്തത് കൊണ്ട് ഞാൻ ബനാന ബോട്ടിന്റെ അലോവേര ജെല്ല് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതൊരു 2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമൺ ആണ്. അപ്പൊ നമുക്ക് ലെമൺ ഒരു 1/2 പോർഷൻ എടുത്തിട്ട് അതിന്റെ നീര് പിഴിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയുടെ നീരും കൂടി എടുക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ആന്റി ഏജിങ്ങിൽ നിന്ന് രക്ഷിക്കാനും ഒരു സെറവായിട്ടൊക്കെ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും, കാരണം ഇതെല്ലാം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നീട് അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ച് കൊടുക്കാം. റോസ് വാട്ടർ എപ്പോഴും ആന്റി ഏജിങ്ങിനൊക്കെ സഹായിക്കാനും ഒരു ക്ലെൻസർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പിന്നീട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗറും സ്ക്രബ്ബർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. പിന്നീട് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഡ്രൈ ആകുമ്പോഴാണ് തേർഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ 3 തവണ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വെച്ചാൽ ജെന്റിൽ മസാജ് ആയിരിക്കണം, ഭയങ്കര ടൈറ്റനിങ് ആയിരിക്കത്തില്ല. നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. വീഡിയോയിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ട്. പിന്നീട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നന്നായിട്ട് ആ ജെല്ലും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം. ഒരു മീ ടൈം എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ മോൾഡീവ്സ് പോലുള്ള രാജ്യത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പാർലറോ ഒന്നുമില്ല, നമ്മുടെ സ്കിൻ കെയർ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോ അങ്ങനെ മോൾഡീവ്സിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, വീട്ടില് പാർലറിൽ പോകാനൊക്കെ മടി കാണിക്കുന്നവർക്കും സ്കിൻ കെയർ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. പരീക്ഷിച്ചു നോക്കിയതിന് ശേഷം ചാനലിൽ കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൈനിങ് ഓഫ്. ബൈ.